Welcome back to my institution. നമുക്ക് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സിലബസിലില്ല, ഡിലീറ്റഡ് ആയിരുന്നല്ലോ ആനുവൽ എക്സാമിന്. അതിന് നമുക്ക് എൻട്രൻസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ആദ്യം ഞാൻ പ്രോപ്പർട്ടി എല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങൾക്ക് 2 വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. നിങ്ങൾ ഇന്ന് നാളെയായിട്ട് വരുന്ന വീഡിയോ നിങ്ങൾ നോക്കുക, പഠിക്കുക, കൂട്ടുകാർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് ഞാനെല്ലാം പ്രോപ്പർട്ടി എഴുതി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് പ്രോപ്പർട്ടി കിട്ടുകയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ്. The value of the determinant remains unchanged if its rows and columns are interchanged. First property എന്താ പറയുന്നത്? The value of the determinant remains unchanged if its rows and columns are interchanged. നമ്മൾ കോളവും റോസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ട്രാൻസ്പോസ് അല്ലേ? ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി എന്താണ് ശരിക്കും? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡാഷ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച്, ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം. പ്രോപ്പർട്ടി മനസ്സിലായല്ലോ? For example, a is equal to 1, 4, 5. Determine a is equal to 5 minus 2 minus 7. Determinant of a dash, first row, first column, second row, second column. One into 5, 4 into 3. 5 minus 2. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ശരിക്കും നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഇറ്റ്സ് ട്രാൻസ്പോസ് എ ഡാഷ്. സെക്കൻഡ് പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി 2. If any 2 rows or columns of a determinant are interchanged, then the sign of the determinant changes. സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് പ്രോപ്പർട്ടി എഴുതി എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം എഴുതി തന്നെ പറയുന്നത്. Any 2 rows or columns of a determinant are interchanged, then the sign of the determinant changes. നമുക്കൊരു എക്സാമ്പിൾ വെച്ചു, ഒന്നിൽ ഏതെങ്കിലും 2 റോ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇതൊരു 3/3 ഡിറ്റർമിനൻ്റ്. 1 0 0 0 1 4 3 1 7. ഇവിടെ ഇത് രണ്ടും 0 ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ this into this minus this. കാരണം ഇത് രണ്ട് 0 ആയതുകൊണ്ട് 1 into
7 minus 4. നമുക്കിവിടെ 3 റോസസ് ഉണ്ടെങ്കിൽ 3 റോസസ് 3 കോളംസ് ഉള്ളതിൽ നമ്മൾ ഫസ്റ്റ് റോ ഒരു ചേഞ്ചും ചെയ്യുന്നില്ല. R2 to R3, R3 to R2. നമ്മൾ തേർഡ് റോ എടുത്ത് ഫസ്റ്റും സെക്കൻഡ് എടുത്ത് എന്തായിട്ട് എഴുതുന്നു? തേർഡ് റോ എടുത്ത് സെക്കൻഡ് റോ എടുത്ത് തേർഡായിട്ട് എഴുതാം. നമുക്ക് ന്യൂ ഡിറ്റർമിനൻ്റ് എന്ത് വരും? 1 0 0 3 1 7 0 1 4. 1 into 4 minus 7. ഇവിടെ പോസിറ്റീവ് 3 കിട്ടി. അവിടെ നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ 3/3 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റോ അതേപോലെ നിർത്തുക. എന്നിട്ട് ഏതെങ്കിലും 2 റോ നിർത്തുന്നെങ്കിൽ സെക്കൻഡ് റോ അതുപോലെ നിർത്തി ഫസ്റ്റും തേർഡും കൂടി ഇൻട്രോ ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? -3. ഇനി അതല്ല, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തമ്മിൽ ഇൻട്രോ ചെയ്ത് തേർഡ് കോളം അതേപോലെ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -3. അപ്പം 3 എണ്ണം ഉള്ളതിൽ ഒരു കോളം അതുപോലെ നിർത്തുക, ബാക്കി 2 കോളം തമ്മിൽ ഇൻട്രോ ചെയ്യുക. അതുപോലെ റോയെ ഒരെണ്ണം നിർത്തുക, ബാക്കി 2 ഇൻട്രോ ചെയ്യുക. അപ്പോൾ 2/2 കൂടെ 1 2 0 1 1 into 1 0 1 1 2. ഇവിടെ ആകെ 2 റോസ് 2 കോളംസുകളല്ലേ, നമ്മളത് തമ്മിൽ ഇൻട്രോ ചെയ്യും. 0 minus 1 ഓപ്പോസിറ്റ് സൈഡ്. Third problem. If any 2 rows or columns any 2 rows or columns of a determinant are identical, ഒരേപോലെ വന്നാൽ then value of the determinant is zero. ഇത് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടിയൊക്കെ കണക്ട് ചെയ്തപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കുറച്ചും കൂടെ. ഫോർ എക്സാമ്പിൾ 1 2 3 0 1 7 0 1 7. നമുക്ക് ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് കിട്ടിയാൽ നമുക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 0 1 7 0 1 7 ആൻസർ ബിക്കോസ് 2 റോസ് ആർ ഐഡൻറ്റിക്കൽ അല്ലേ. ഇനി നമുക്ക് കോളം വന്നിട്ട് 1 0 0 1 0 0 1 1 1 ബിക്കോസ് ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം ആർ ഐഡൻറ്റിക്കൽ. Property 4. If each element of a row or column if each element of a row or column of a determinant is multiplied by a scalar multiplied by a constant k, then its value get multiplied by k. പ്രോബ്ലം വെച്ച് പറഞ്ഞുതരാം. എങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പറയാം. ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ നമ്മളൊരു എല്ലാ എലിമെൻറ്റിനെയും ഒരു കോൺസ്റ്റൻറ്റ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആ ന്യൂ ഡിറ്റർമിനൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ വാല്യൂ ഒറിജിനൽ വാല്യൂ തമ്മിൽ നോക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ ഫസ്റ്റ് എത്രയാണോ കിട്ടിയത് അതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും സെക്കൻഡ് ഡിറ്റർമിനൻ്റ് വാല്യൂ. അതൊരു പ്രോബ്ലം വെച്ചിട്ടാണ് ന്യൂമറിക്കലായിട്ട് നോക്കാം.
determinant A is equal to 1 0 0 0 1 4 2 3 5. Then 0 1 into 5 4 into 3 -7. നമുക്ക് മെട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം എല്ലാ എലിമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ 3A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ എല്ലാ എലിമെൻറ്റ്സിനും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ നമുക്കിവിടെ ഒരു റോ ഏതെങ്കിലും ഒരു റോ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം ഞാനിവിടെ C2 into 5 ചെയ്യും. ന്യൂ ഡിറ്റർമിനൻ്റ് എങ്ങനെ വരും? 1 0 2. സെക്കൻഡ് കോളം 5 into 0 5 into 1 5 into 3 0 4 5. നോക്കാം എന്ത് വരും? 5 into 5 25 minus 60 minus 35. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് വാല്യൂ എത്ര കിട്ടിയെങ്കിൽ മൈനസ് ഇപ്പോൾ കിട്ടിയതോ -35. ആ -35 നമുക്ക് എങ്ങനെ എഴുതാം? 5 into -7. അപ്പോൾ 5 എന്ന് പറയുന്നത് ശരിക്കും എന്താ? നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 5 ആ നമ്പർ വരും. -7 എന്താ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ. നമ്മളിവിടെ C3 into 2 ആയിരുന്നെങ്കിൽ നമ്മളിത് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ പറയാം. എത്ര വരും? 2 into -7 -14. ഇനി അതല്ല നമ്മൾ 4 ആയിട്ട് തേർഡ് റോ into 4 ചെയ്തു. ആൻസർ എന്തായിരിക്കും? -7 into 4 -28. ഇതിൽ നിന്ന് കിട്ടുന്ന വേറൊരു റിസൾട്ടാണ് ഈ സബ് റിസൾട്ടായിട്ട് നമുക്ക് A is a square matrix of order n. Then determinant of KA is equal to K raised to n into dk. A order 3/3 matrix ആണ് A. നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് 5 എന്തായിരിക്കും? 5 raised to ഓർഡർ എത്രയാണ്? 3 ഇൻറ്റു dk. ഇത് മണ്ണാർക്കിനൊക്കെ ചോദിക്കാം. നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യവും അറിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റില്ല. Property 5. If some or all elements of a row or column of a determinant are expressed as sum of two or more terms, then the determinant can be expressed the sum of two or more determinants. നമുക്ക് ന്യൂമറിക്കലായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. സം ഓർ ഓൾ എലിമെൻറ്റ്സ് ഓഫ് എ റോ ഓർ കോളം. ഒന്നിൽ ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലിമെൻറ്റും എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ എലിമെൻറ്റ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാമെങ്കിൽ നമുക്ക് ആ ഫുൾ ഡിറ്റർമിനൻ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇപ്പോൾ 2 എലിമെൻറ്റ്സിൻ്റെ സമ്മാണെങ്കിൽ ഓരോ എലിമെൻറ്റും നമുക്ക് എന്തെഴുതാം? 2 ഡിറ്റർമിനൻറ്റിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇനി അതല്ല 3 എലിമെൻറ്റ്സിൻ്റെ സമ്മാണെങ്കിൽ 3 ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ A plus X, B plus Y, C plus Z, P Q P
എ ബി സി. ഓക്കെ, ഫസ്റ്റ് റോയിലെ ഓരോ എലിമെൻറ്റ് എന്താണ്? ഈച്ച് എലിമെൻറ്റ് ഈസ് ദ സം ഓഫ് ടു എലിമെൻറ്റ്സ്. നമുക്ക് ഇതിനെ ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ എ പി എ, ബി ക്യു ബി, സി ആർ സി. ഇനി അടുത്തത് എക്സ് പി എ, എക്സ് പി എ, വൈ ക്യു, ഇസഡ് ആർ സി. ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി. ഇവിടെ ഫസ്റ്റ് റോയിൽ എന്താണ്? ഈച്ച് എലിമെൻറ്റ് ഇൻ ദ ഫസ്റ്റ് റോ ഇസ് ദ സം ഓഫ് ടു ടേംസ്. Therefore, this determinant can be expressed as the sum of two determinants. നമ്മൾ എഴുതുന്നത് എ പി എ, ബി ക്യു ബി, സി ആർ സി പ്ലസ് എക്സ് പി എ, വൈ ക്യു ബി, ഇസഡ് ആർ സി. ഇതിൻ്റെ വാല്യൂ ഒക്കെ വേണേൽ പെട്ടെന്ന് പറയുന്നതാണ് 0 because 2 rows are identical. സിക്സ്ത് പ്രോപ്പർട്ടി കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ്ത്തും മറ്റേ ഐഡൻറ്റിക്കലും കൂടെ മിക്സ് ചെയ്തൊക്കെ ഇത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രോപ്പർട്ടി 6. ഇഫ് each element of any row or columns of a determinant the key multiples of corresponding elements of other row or column. Are added. Then the value of determinant remains same. Problem കുറച്ചുകൂടി ചെയ്താൽ നമുക്ക് നമ്പർ കിട്ടാം. If to each element of any row or column of a determinant, the equal multiples of corresponding element of other row or column are added, the value of the determinant same. A is equal to 1 0 0 2 3 4 1 5 ഇതിൻ്റെ വാല്യൂ 3 1 ഇൻറ്റു ഇത് 2 0 1 ഇൻറ്റു 6 മൈനസ് 5 ഇൻറ്റു 4 മൈനസ് 40 അല്ലേ? നമുക്കിവിടെ എന്താ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി? ഒരു റോയുടെ കൂടെ വേറൊരു റോ ഒരേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഈ റോയുടെ കൂടെ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കോളത്തിന് ഒരു കോളത്തിൽ ഓരോ എലിമെൻറ്റിനെയും നമ്മളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു കോളമായിട്ട് ആഡ് ചെയ്ത് ആ കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ത് തന്നെയായിരിക്കും? -14 നമുക്കും ചെയ്യുന്നത്. നമുക്കിവിടെ R2 ഒരു ചേഞ്ച് ചെയ്യാം. R2 to R2 പ്ലസ് 3 R1. ഓക്കെ, ഇത്തി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഓരോ നമ്പറിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 3. എന്നിട്ട് നമ്മൾ ഏതിനോട് ആഡ് ചെയ്യുന്നു? സെക്കൻഡ് റോയോട് ആഡ് ചെയ്യും. ഇതിനോട് ഡിറ്റർമിനൻ്റ് എന്ത് വരും? 1 0 0 2 പ്ലസ് 3 ഇൻറ്റു 1. അപ്പോൾ കറസ്പോണ്ടിങ് എലിമെൻ്റ് എന്ന് പറയുമ്പോൾ
ഇവിടെ ഫസ്റ്റ് എലിമെൻറ്റ് 2, ഇവിടെ 2 + 3 × 1 3, 2 + 3 5, 3 + 3 × 0 0, 0 + 3 3, 3 × 0 0, 0 + 4 1 5, 1 × 6 - 20. നമുക്കിവിടെ കോളം എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോഴും ഇത് തന്നെ കിട്ടുമെന്ന് നോക്കാം. C1 to C1 + C2 + C3. പിന്നെ ഇവിടെ ഡിറ്റർമിനൻ്റ് വരും 0 + 0 + 1, 4 + 3 + 2, 2 + 5 + 1, 1 × 6 - 2. ഇതാണ് പ്രോപ്പർട്ടീസ്. നമുക്കിത് എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ വരുന്നു, എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാല്യൂസ് നമ്മൾ പറഞ്ഞു ഒരു റോ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു റോയിൽ നിന്ന് കോമൺ ആയിട്ടും നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. (11 factorial, 12 factorial, 13 factorial, 12 factorial, 13 factorial, 14 factorial, 13 factorial, 14 factorial, 15 factorial. ഫാക്ടോറിയൽ ഒക്കെ അറിയാം. ഇപ്പം 3 factorial എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 1 × 2 × 3. 4 factorialനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 × 2 × 1. 4 അതേപോലെ എഴുതിയിട്ട് 3 × 2 × 1 ഒന്ന് കുറച്ച് നമുക്ക് എങ്ങനെ വേണം എഴുതാം? 3 factorial അല്ലേ. അതേപോലെ നമുക്ക് ഇതിനകത്ത് ലോവസ്റ്റ് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു, അതേപോലെ ഒരു നമ്പർ കോമൺ എന്തെടുക്കാം? ഔട്ട്സൈഡ് എടുക്കാം. 11 factorial from first row, 12 factorial from second row, 13 factorial from third row. 11 factorial × 12 ആണ് 12 factorial. 11 factorial × 12 × 13 ഇതാണ് 13 factorial. 1 13 13 × 14, 1 14 14 × 15. നമുക്കിവിടെ മൈനസ് ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് രണ്ടൊന്ന് 0 ആക്കാം. (11 factorial × 12 factorial × 13 factorial × 1 12, 12 × 13, R2 - R1, R3 - R2 ചെയ്യാം. 1 - 1 0, 13 - 12 1. 13 കോമൺ അല്ലേ. 13 × 14 - 12, 13 × 2. അടുത്തത് R3 - R2 എന്ന് പറയുമ്പോൾ 1 - 1, 14 - 13, ഇവിടെ 14 കോമൺ, 14 × 15 - 13, 14 × 2 28. ഇവിടെ നമുക്ക് 26 എന്ന് എഴുതാം. (1 × this minus this) 11 factorial × 12 factorial × 13 factorial × ഇത് രണ്ട് 0 ആണെങ്കിൽ 1 × this minus this. ഇതാണ് ആൻസർ. വേറെ ക്വസ്റ്റ്യൻ. Question number 2. (441, 442, 443, 45, 46, 47,
C2 minus C1 ചെയ്യുന്നു. 441, 40. This minus this. C3 minus C2. This minus this. Answer on the 2 columns are identical. Values equal to 0. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. T5, T10, T25, 5, 10, 15, and 20%. 1, 1, 1. T5, T10, T25 are near T. Find the evaluate. T5 എന്ന് പറഞ്ഞാൽ T5 എവിടെ തന്നെ എഴുതാം. T10 minus T5 നമ്മൾ 10 minus 5 ചെയ്യുക, എന്നിട്ട് ഇവിടെ കോമൺ ഡിഫറൻസ് അങ്ങ് എഴുതിയാൽ മതി. 10 minus 5 5, 1 minus 1 0. ഇനി നമുക്ക് C3 minus C2 ചെയ്യും. നമ്മൾ എല്ലാ ഓപ്പറേഷൻസ് ചെയ്ത് C2 minus C1, C3 minus C2. T25 minus T10 എന്ന് പറഞ്ഞാൽ 25 minus 10 common difference 15D. 15 1 minus 1 0. നമുക്ക് ഈ സെക്കൻഡ് കോളത്തിൽ നിന്ന് ഏത് കോമൺ എടുക്കാം? 5. ഫ്രം തേർഡ് കോളം വി ക്യാൻ ടേക്ക് 15. 5 into 15. T5 5 1. D1 0. D1 0. 2 columns are identical. Value is equal to 0. Evaluate x a x plus a, y b y plus b, z c z plus c. ഇവിടെ നിന്ന് C1 to C1 plus C2 ചെയ്യും. ഇത് രണ്ടും ആഡ് ചെയ്യാം. x plus a y plus b z plus c, a b c, x plus a y plus b z plus c. First and third column are identical. Value is equal to 0. Another question. Delta. സാധാരണ determinant delta. Determinant A, B, C, M and P, X, Y, Z. Then, if this delta is equal to this determinant, then evaluate 6A, 2B, 2C. Answer ഇതിലാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. 3M, M, P, 3X, Y, Z. 6, 3, 3. നമ്മൾ നോക്കേണ്ടത് കോമൺ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഓർഡർ നമ്പർ എടുക്കുക. പിന്നെ ആഡ് ചെയ്താൽ നമുക്ക് ഒരേ എലിമെൻറ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക. പെട്ടെന്ന് നോക്കിയെടുക്കാതെ ഏത് കോമൺ എടുക്കാം? 3 കോമൺ എടുക്കാം അല്ലേ. 3 into 2A M X, 2B 2C and P, Y Z. Again we can take 2 from first row. 6 into A B C M N P X Y Z. Done. വേറൊരു മോഡൽ
of the following is a factor? X plus A, B, C. B plus C, A. C, A, X plus B. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി, എക്സ് മൈനസ് വിതിൻ ദ ബ്രാക്കറ്റ് എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി, മൈനസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മളിങ്ങനെ ഒന്ന് ആഡ് ചെയ്യും. ഇപ്പോൾ കോളം വൈസ് ആണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, റോ വൈസ് ആണെങ്കിൽ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ്. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ സി പ്ലസ് ബി പ്ലസ് എക്സ് പ്ലസ് എ എല്ലാം ഒരേ എലിമെൻറ്റ് വരുന്നുണ്ടല്ലോ. നമ്മൾ ചുമ്മാ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരേ എലിമെൻറ്റ് നമുക്ക് ഫസ്റ്റ് കോളായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, നമുക്കത് കോമൺ ഔട്ട്സൈഡ് എടുക്കാം. അങ്ങനെ C1 to C1 plus C2 plus C3, X plus A plus B plus C, X plus A plus B plus C, X plus A plus B plus C, B C. നമുക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ ആൻസർ മനസ്സിലായല്ലോ. ഏതായിരിക്കും ഫാക്ടർ? ഇതെന്ന് ഔട്ട്സൈഡ് എടുത്താണ്. ഇതിലേക്ക് തൽക്കാല സ്റ്റെപ്പെല്ലാം എഴുതിക്കാണിക്കും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഓപ്ഷൻ അങ്ങ് ടിക്കിട്ട് പോയി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. X plus A plus B plus C. Determinant 1, 1, 1. B, C. X plus C, A. A, X plus B. is equal to 0. ഇവിടെ ഏതാണ് ഫാക്ടർ? ഫാക്ടർ ഈസ് X plus B plus C. പ്രോപ്പർട്ടീസ് കുറച്ച് ഒരുവിധം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനും പിന്നെ കൺസിസ്റ്റൻസി, ഏരിയ ഓഫ് ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനൻ്റ് ആ ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും പഠിക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.